പല ക്രോണിക് അസുഖങ്ങളുടെയും കാര്യത്തിൽ സാധാരണ ഉള്ള ട്രീറ്റ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ശരിക്കും ഈ CSLC ക്യാപ്പിൻ്റെ ഡിഫറൻസ്? സാധാരണ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനിലെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ശരിയാകാതെ വരുമ്പോൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മെഡിസിൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. തേർഡ് വരുന്നത് സർജറി. അപ്പം നമ്മളെപ്പോഴും കൂടുതൽ സർജറിക്കലി വരുമ്പോഴേക്കും നമ്മൾ അൺപ്രഡിക്റ്റഡ് കാര്യങ്ങൾ വരാം. ചിലപ്പോൾ നിസ്സാര സർജറി ആണെന്ന് കരുതി തുടങ്ങുമ്പം ചിലപ്പോൾ അതിൻ്റെ അനസ്തീസിയയുടെയൊക്കെ കോംപ്ലിക്കേഷൻ വഴി ഇപ്പം ഡെത്തിലേക്ക് വേണേലും പോകാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ലെവൽ അനുസരിച്ച് പോകുന്നത്. ഇപ്പം മെഡിസിനിൽ തന്നെയാണെങ്കിലും ഫസ്റ്റ് ലെവൽ ഓഫ് മെഡിസിൻ, സെക്കൻഡ് ലൈൻ ഓഫ് മെഡിസിൻ, തേർഡ് ലെവൽ ഓഫ് മെഡിസിൻ ഓരോ രോഗത്തിൻ്റെയും അനുസരിച്ച് അതിന് ഇപ്പോൾ പ്രത്യേകിച്ചുണ്ടാകും. അപ്പം മോഡേൺ മെഡിസിനിൽ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. പക്ഷേ അത് പലപ്പോഴും പറയുമ്പം നമ്മൾ പേഷ്യൻറ്റിനോട് പറയും, ഡോക്ടേഴ്സ് ഇപ്പം കാർഡിയോളജിസ്റ്റ് ആണെങ്കിലും ഹാർട്ടിൻ്റെ ഡോക്ടറാണെങ്കിലും കിഡ്നിയുടെ ഡോക്ടറാണെങ്കിലും ലിവറിൻ്റെ ഡോക്ടറാണെങ്കിലും പറയും ഫുഡ് കൺട്രോൾ ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക, അതാണൊരു എക്സസൈസ് ചെയ്യുക, ഒരു ഡയലോഗ് പറയും. പക്ഷേ പേഷ്യൻസിന് പലപ്പോഴും അത് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടത്, ഒരു ഐഡിയ ഉണ്ടാവില്ല. അവർ ശ്രമിക്കും, എല്ലാവരും ശ്രമം നടത്തും. പക്ഷെ പലപ്പോഴും അത് ഫെയിൽ ചെയ്യുന്നത് കൊണ്ടാണ്, അതായത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഫെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് മരുന്നുകളിലേക്ക് പോകേണ്ടി വരുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം ക്രോണിക് ഡിസീസിനെ സംബന്ധിച്ചാണ്. നമുക്കൊരു എമർജൻസിയിൽ നമ്മൾ ഡെഫിനറ്റ്ലി മരുന്നുകൾക്കും അപ്പോഴത്തെ ഇൻറ്റൻസീവ് കെയറിനുമാണ് ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞ് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഈ ജീവിതശൈലി രോഗങ്ങളിൽപ്പെട്ട ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, ആർത്രൈറ്റിസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ പറയുന്നത്. അപ്പം അവിടെ നമ്മളപ്പം ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അപ്പോൾ അതിനെന്ത് ഫുഡ് വേണം, എങ്ങനെ കഴിക്കണം, അപ്പം ഫുഡിനകത്താണ് എല്ലാ ന്യൂട്രീഷനും വരുന്നുണ്ടോ, അപ്പം ഇതെല്ലാം പേഷ്യൻറ്റിനെ പഠിപ്പിച്ചു കൊടുത്ത് അവരെ സ്വയം ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുക. അതാണ് CSLC ക്യാപ്പ്, അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോക്കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് ആണ്, അതിനൊപ്പം തന്നെ ഇതൊരു ടീച്ചിങ് ആണ്. അതായത് നമ്മളുടെ ബോഡിയെ, നമ്മുടെ ശരീരത്തെ എങ്ങനെ മാനേജ് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് അതിൻ്റെ പ്രൊപ്പോർഷൻസ് എന്തായിരിക്കണം, അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഡിസീസ് വരുന്നത്, ഓരോ വ്യക്തിക്കും അവനവന് കഴിക്കാവുന്ന ഐഡിയൽ ഫുഡ് ഏതാണ്, അവർ ഒഴിവാക്കേണ്ട ഫുഡ് ഏതാണ്, അവർക്ക് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്, അവരെന്തൊക്കെയാണ് കെയർ എടുക്കേണ്ടത്, അവരുടെ ബോഡിയുടെ ലിമിറ്റേഷൻസും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു എഫേർട്ടാണ് ഇതിനകത്ത് വരുന്നത്.